നമസ്കാരം. വയനാട് ദുരന്ത ഭൂമിയായിട്ട് ഇന്ന് 6ാം ദിനമാണ്. അവിടെ തെരച്ചിലും രക്ഷാപ്രവർത്തനവുമെല്ലാം പുരോഗമിക്കുകയാണ്. ആ വാർത്തകളിലേക്കെല്ലാം വരാം. ഹാപ്പനിങ് അവേഴ്സ് തുടങ്ങുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കണ്ണീർ തോരാതെ വയനാട്. കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്ന് 6ാം ദിനം. ആകെ പൊലിഞ്ഞത് 366 ജീവൻ. ഇനിയും കണ്ടെത്താനുള്ളത് 200-ലധികം പേരെ. 85 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8908 പേർ. 6 സോണായി തിരിച്ചുള്ള തെരച്ചിലിൽ 1264 സേനാംഗങ്ങൾ. ദുരന്തഭൂമി സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഏറ്റവും വലിയ ദുരന്തമായാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറുന്നത്. ദേശീയ തലത്തിലെ വലിയ ദുരന്തങ്ങളിൽ ഒന്നുകൂടിയാണ്. വയനാട്ടിലേത് സംസ്ഥാന ദേശീയ തലത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി. ദൃഢനിശ്ചയത്തോടെയാണ് സൈന്യവും സേനയും വിവിധ വകുപ്പുകളും ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നത്. പോലീസിന്റെ മാതൃകാപരമായ ഇടപെടൽ എടുത്തു പറയേണ്ടതാണെന്നും പിണറായി വിജയൻ. സുരക്ഷിതമായി തെരച്ചിൽ നടത്താൻ കഴിയുന്നിടത്തോളം തെരച്ചിൽ തുടരുമെന്ന് വയനാട് ജില്ലാ കളക്ടർ. കാണാതായവരുടെ കണക്ക് വൈകാതെ പുറത്തുവിടും. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA സാമ്പിൾ ശേഖരിക്കാനുള്ള നടപടി ഇന്ന് തുടങ്ങുമെന്നും കളക്ടർ DR മേഘശ്രീ. മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ സേവനം ചെയ്യാനെത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി സർക്കാർ. ചൂരൽമല കൺട്രോൾ റൂമിന് സമീപം റവന്യൂ വകുപ്പിന്റെ പ്രത്യേക രജിസ്ട്രേഷൻ കൗണ്ടർ. സംഘങ്ങളായി വരുന്ന സന്നദ്ധ സേവകർ ടീം ലീഡറുടെ പേരിലും രജിസ്റ്റർ ചെയ്യണം. മഴക്കെടുതിയിൽ ഇരയായവരുടെ അപേക്ഷകൾ പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ക്ലെയിമുകൾ തീർപ്പാക്കി വേഗത്തിൽ പണം നൽകുന്നത് ഉറപ്പുവരുത്താൻ ജനറൽ ഇൻഷുറൻസ് കൗൺസിലിനെ നിയോഗിച്ചു. രേഖകൾ അടക്കമുള്ള നിബന്ധനകളിൽ ഇളവ് വരുത്തിയും കേന്ദ്ര സർക്കാർ. ചാലിയാറിലെ തെരച്ചിൽ ഊർജിതം. പരിശോധന 2 സംഘങ്ങളായി തിരിഞ്ഞ് 25 പേരടങ്ങുന്ന 4 ഗ്രൂപ്പായി തിരിഞ്ഞ് പുഴയിലും തെരച്ചിൽ. ചാലിയാറിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയത് 201 മൃതദേഹം. ചാലിയാറിലെ പരിശോധന നാളെയോടെ അവസാനിപ്പിച്ചേക്കും. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള 4 ജില്ലകളിലും കോട്ടയത്തും ഇടുക്കിയിലും യെല്ലോ അലർട്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് എതിരായ പ്രചാരണത്തിൽ സംവിധായകൻ അഖിൽ മാരാർക്കെതിരെ കേസ്. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത് അഖിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ. കൊച്ചി കടവന്ത്രയിൽ DJ പാർട്ടി കഴിഞ്ഞിറങ്ങിയവർ റോഡിൽ തമ്മിലടിച്ചു. സംഘങ്ങളായി തിരിഞ്ഞേറ്റുമുട്ടിയത് ഒലിവ് ഡൗൺടൗൺ ഹോട്ടലിൽ DJ പാർട്ടിക്ക് എത്തിയവർ. നടു റോഡിലെ സംഘർഷം നീണ്ടത് അരമണിക്കൂറോളം. ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കമലാ ഹാരിസിനെ സംവാദത്തിന് വെല്ലുവിളിച്ച് ഡൊണാൾഡ് ട്രംപ്. വെല്ലുവിളി നിരസിച്ച് കമല. മുൻപേ നിശ്ചയിച്ച സംവാദത്തിൽ നിന്ന് പിന്മാറാനുള്ള അടവാണെന്നും കമലാ ഹാരിസ്. ഗാസയിൽ വീണ്ടും ആക്രമണം നടത്തി ഇസ്രയേൽ. പലസ്തീനികൾ അഭയം തേടിയ സ്കൂളിന് നേരെ നടത്തിയ 3 ബോംബാക്രമണങ്ങളിൽ പൊലിഞ്ഞത് 17 ജീവൻ. ആക്രമണത്തിൽ ഷെയ്ഖ് റദ്വാനിലെ സ്കൂൾ പൂർണ്ണമായും തകർന്നു. ഒളിമ്പിക്സ് ഹോക്കിയിൽ സെമി ഉറപ്പിക്കാൻ ഇന്ത്യ ഇന്നിറങ്ങും. ബ്രിട്ടനെതിരായ ക്വാർട്ടർ പോരാട്ടം ഉച്ചയ്ക്ക് 1:30. ബോക്സിംഗിൽ ലോവ്ലിനയും ബാഡ്മിന്റണിൽ ലക്ഷ്യ സെന്നും മെഡൽ പ്രതീക്ഷയുമായി ഇറങ്ങും. അത്ലറ്റിക്സിലും നിർണായക മത്സരങ്ങൾ.
പാരീസ് ഒളിമ്പിക്സിൽ വേഗറാണിയായി ജൂലിയൻ ആൽഫ്രഡ്. വനിതകളുടെ 100 മീറ്ററിൽ 10.72 സെക്കൻഡിൽ ഓടിയെത്തി സെയിന്റ് ലൂസിയ താരം. അമേരിക്കൻ താരങ്ങൾക്ക് വെള്ളിയും വെങ്കലവും. സെമിയിൽ അപ്രതീക്ഷിതമായി പിന്മാറി ഷെല്ലി ആൻ ഫ്രേസർ. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ആദ്യ ജയത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. മത്സരം ഉച്ചയ്ക്ക് 2:30. ശ്രീലങ്കൻ സ്പിന്നർമാരുടെ വെല്ലുവിളി മറികടക്കാൻ ഇന്ത്യ. ആദ്യ മത്സരം ടൈയിൽ അവസാനിച്ചതിനാൽ ഇന്ന് ജയം അനിവാര്യം.